Good evening. Start ചെയ്യാം നമുക്ക്. So in this session നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് mock test paper 2 May 2025 mock test paper 2. So നമുക്ക് straight away ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബിസിനസ് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ. The ratio of number of boys to number of girls in a school of 720 students is 3:5. That means 720 students ratio of boys girls number of boys to number of girls 3:5 ആണ്. So that means actuals നമുക്ക് എങ്ങനെ എടുക്കാം? 3x boys 5x girls രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 720 കിട്ടണം. 8x equal to 720. That implies x is equal to 720 divided by 8. 720 divided by 8. So നമുക്ക് എത്ര കിട്ടും? 90. So that means right now actually boys എത്രയുണ്ട്? boys 3x ആണ്. That means boys 270, girls 450. So അങ്ങനെയാണ് നമുക്ക് 720 സ്റ്റുഡൻസ് വരുന്നത്. 720 സ്റ്റുഡൻസ്. if ഇനി നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രകാരം ഇപ്പോൾ 720 സ്റ്റുഡൻസ് ഉണ്ട്. ബോയ്സ് ഈസ് ടു ഗേൾസ് 3:5 ആണ്. സോ ബോയ്സ് 720, ഗേൾസ് 450. സോ ദാറ്റ് മീൻസ് റൈറ്റ് നൗ നമ്മുടെ റേഷ്യോ വരുന്നത് 720 ഡിവൈഡഡ് ബൈ 450 ആണ്. 720 ഡിവൈഡഡ് ബൈ 450. ദെൻ ഇനിയും ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇഫ് 18 ന്യൂ ഗേൾസ് ആർ അഡ്മിറ്റഡ് ഇൻ ദ സ്കൂൾ, ഫൈൻഡ് ഹൗ മെനി ന്യൂ ബോയ്സ് മേ ബി അഡ്മിറ്റഡ് സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസ് മേ ചേഞ്ച് ടു 2:3. സോ ഇതിനകത്തേക്ക് എത്രയാണ്? 18 ഗേൾസിനെ ആഡ് ചെയ്യുന്നു. എത്രയോ ബോയ്സിനെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2:3. ദാറ്റ് മീൻസ് 2/3. എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 270 into 3. 810 plus 3b is equal to 900. 450 plus 18. So 468 into 3. 468 into 2 936. So that means 3b equal to 936 minus 810. 936 minus 810. So that means 126. So that implies b equal to 126 divided by 3 equal to 42. So that means എത്രയാണ്? ഇപ്പോഴുള്ളതിൻ്റെ കൂടെ 18 ഗേൾസിനെ ആഡ് ചെയ്തതിനൊപ്പം തന്നെ 42 ബോയ്സിനെ ആഡ് ചെയ്താലാണ് റേഷ്യോ എത്ര വരുന്നത്? 2:3 ആകുന്നത്. 2:3 ആകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 2:3 ആകാനായിട്ട് 42 ബോയ്സിനെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പോഴുള്ള 320 ബോയ്സിൻ്റെ കൂടെ 42 ബോയ്സിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 450 ഗേൾസിൻ്റെ കൂടെ 18. ദാറ്റ് മീൻസ് 468. എങ്ങനെ വരും റേഷ്യോ? 2:3. ദെർഫോർ ആൻസർ 42. ദ നെക്സ്റ്റ് വൺ, P is to Q equal R is to S. That implies Q is to P equal S is to R. ഇതെന്താണ്? നമ്മൾ റേഷ്യോ എ P is to Q എ ഇൻവേർട്ട് ചെയ്തു. Q is to P, R is to Sനെ ഇൻവേർട്ട് ചെയ്തു. S is to 8. ദാറ്റ് മീൻസ് എന്താണ്? ഇൻവേർട്ടൻഡോ പ്രോപ്പർട്ടി. Then next one, third one, if A is to B equal to 4:5, A is to B is equal to 4:5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോ A is to B 4:5 ആണെങ്കിൽ ആക്ച്വൽസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. A 4x, B 5x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5A minus 3B is to 6A plus 3B. So 5A, that means
5 into 4x 20x minus 3b, right? 3 into 5x 15x is to 6a 24, 6 into 24x plus 3, 24x plus 3b, that means 3 into 5 15x. So that means 20 minus 20 15, 5x is to 24 plus 15 39x. So രണ്ടിനും x ക്യാൻസൽ ചെയ്യുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം നമുക്ക് എന്ത് കിട്ടും? 5 is to 39. ചോയ്സ് ഡി. 5 is to 39. ചോയ്സ് ഡി. 5 is to 39. Then fourth question. 243 raised to 1 by 5 into 128 raised to 1 by 7 is. So 243 നമുക്ക് 3 raised to 5 ആണ്. 3 raised to 5 the whole raised to 1 by 5 into 128 can be written as 2 raised to 7 the whole raised to 1 by 7. So ഇത് ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു 1 by n എന്ന് പറയുന്നത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു 1 by n എന്ന് പറയുന്നത് എ ആണ്. അതേപോലെ 3 raised to 5 ദ ഹോൾ റൈസ് ടു 1 by 5 എന്ത് കിട്ടും? 3 raised to 5 into 1 by 5 into 2 raised to 7 into 1 by 7. So that means എത്ര കിട്ടും? 3 into 2. So ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 raised to 1 അല്ലെങ്കിൽ 3 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 raised to 1 അല്ലെങ്കിൽ 2. That means 3 into 2 എത്ര വരും? 6. 3 into 2 is equal to 6. Then fifth question. Next question നോക്കാം. Find the value of log 0.00001 to the base x is equal to minus 5. So ലോഗിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ബേസ് റേസ് ടു -5 ആണ് എന്ത് വരേണ്ടത്? 0. സോ ദാറ്റ് ഇംപ്ലൈസ് എക്സ് റേസ് ടു -5 ആണ് നമുക്ക് എന്ത് വരേണ്ടത്? 0.00001 വരേണ്ടത്. എക്സ് റേസ് ടു -5 മീൻസ് എന്താണ്? 1 by എക്സ് റേസ് ടു 5 ആണ്. നേരെ ചോയ്സിലേക്ക് പോവുക, ചോയ്സ് മെത്തേഡിലേക്ക് പോവുക. എക്സിന് 10 ഇട്ട് കൊടുക്കുക ആദ്യം. സോ നമുക്ക് എന്ത് കിട്ടും? 1 divided by 10 raised to 5. സോ 10 into 2 times 3 4 5. സോ ഡിവൈഡഡ് ബൈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.00001 ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു 10. എക്സ് ഇസ് ഈക്വൽ ടു 10. എക്സിൻ്റെ വാല്യൂ 10 വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ലോഗ് 0.00001 ടു ദ ബേസ് എക്സ് ഇസ് ഈക്വൽ ടു -5. ദെൻ നെക്സ്റ്റ് വൺ. If log x equal to log 5 plus 2 log 3 minus 1 by 2 log 25. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ലോഗിൻ്റെ ബേസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നോർമലി എക്സ് ബേസ് 10 ആയിട്ട് എടുക്കുക. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഇത്? സോ ദാറ്റ് ഇംപ്ലൈസ് log x to the base 10 equal to നമുക്ക് എങ്ങനെ എഴുതാം? log 5 to the base 10 plus 2 log 3 can be written as log 3 square. That means log 9 to the base 10 minus 1 by 2 log 25 and 25 raised to 1 by 2. That means log 5 to the base 10. So that implies log x to the base 10 equal to നമുക്ക് ഏത് പ്രോപ്പർട്ടി അപ്ലൈ അവിടെ? log m plus log n, log of m into n. That means log of 5 into 9 to the base 10 minus log 5 to the base 10. So that means നമുക്ക് എങ്ങനെ എഴുതാം? log x to the base 10 equal to log 45 to the base 10 minus log 5 to the base 10. So ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? log m minus ബേസ് സെയിം ആണെങ്കിൽ log m minus log n can be written as log of m by n. So that implies നമുക്കിത് എങ്ങനെ എഴുതാം? log x to the base 10 equal to log of 45 divided by 5 to the base 10. So that implies log x to the base 10 equal to log 9 to the base 10. രണ്ട് ലോഗരിതംസ് ഈക്വൽ ആകുന്നു, ബേസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ഈ വാല്യൂം സെയിം ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് x equal to 9. x is equal to 9. x is equal to 9. x is equal to 9. Then next one, indices in a property. Again, 4 raised to 3 into root 2
raised to 8 equal to 2 raised to n. So നമുക്ക് RHSൽ 2 raised to n. That means LHSനെ in terms of 2 ആക്കി മാറ്റാം. 4 can be written as 2 square. 2 square the whole raised to 3 into root 2 നമുക്ക് ഇങ്ങനെ എഴുതാം 2 raised to 1 by 2 the whole raised to 8 is equal to 2 raised to n. So 2 raised to 3 the whole raised to 2 raised to 2 the whole raised to 3 എത്ര വരും ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി a raised to m the whole raised to n. That means a raised to mn ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 2 raised to 6 into 2 raised to 4 equal 2 raised to n. That means 2 to the power 10 equal to 2 power n. That implies രണ്ട് ഇൻഡിസസ് ഈക്വൽ ആണ് ബേസ് സെയിം ആണെങ്കിൽ പവറും എന്തായിരിക്കും സെയിം ആയിരിക്കും. then equal n equal to 10. n is equal to 10. n is equal to 10. Then next one. The point of intersection between the straight lines 3x plus 2y equal to 6 and 3x minus y equal to 12 lie in. So നമുക്ക് ക്വാഡ്രൻസ് അറിയാം. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് തന്നിരിക്കുന്നു. നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് 3x plus 2y equal to 6 then 3x minus y equal to 12. So ഇതിന് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഇത് രണ്ട് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ആയതുകൊണ്ട് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? എലിമിനേഷൻ മെത്തേഡിൽ. സോ ഇത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമുക്ക് ആദ്യം എന്ത് എലിമിനേറ്റ് ചെയ്യാം? എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം ആയതുകൊണ്ട് സോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് 1 minus 2 സോ മൈനസ് ഇവിടെ പ്ലസ് സൈൻ ചേഞ്ച് ചെയ്യുക ഇക്വേഷൻ 2ൻ്റെ. സോ 3x ഗെറ്റ് ക്യാൻസൽ. സോ എത്ര കിട്ടി നമുക്ക്? പ്ലസ് 3y ഈക്വൽ ടു മൈനസ് 6. therefore y ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 6 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. സോ വൈയുടെ വാല്യൂ മൈനസ് 2 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് y കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് y ഇൻ ഇക്വേഷൻ 1. ഈ കിട്ടിയ വാല്യൂ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇംപ്ലൈസ് എന്ത് കിട്ടും? 3 ഇൻറ്റു എക്സ് 3x നമുക്ക് y അല്ലേ മൈനസ് 2 കിട്ടിയത്. 3x പ്ലസ് 2 ഇൻറ്റു മൈനസ് 2 ഈക്വൽ ടു 6. ദാറ്റ് ഇംപ്ലൈസ് 3x മൈനസ് 4 ഈക്വൽ ടു 6. ദാറ്റ് ഇംപ്ലൈസ് 3x ഈ മൈനസ് 4 അപ്പുറം വരുമ്പോൾ പ്ലസ് 4. ദാറ്റ് മീൻസ് 6 plus 4 10 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് x ഇസ് ഈക്വൽ ടു 10/3. ദാറ്റ് മീൻസ് പ്ലസ് 10/3. ഇനി നോക്കാം ഈ ഇക്വേഷൻ്റെ സൊല്യൂഷന് എക്സിന് കിട്ടിയത് പോസിറ്റീവ് വാല്യൂവും വൈക്ക് കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഈ പറയുന്ന ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ്? എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നത് ഏതാണ്? എക്സ് ഇതാണ് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. സോ എക്സിന് പോസിറ്റീവ് വാല്യൂവും വൈക്ക് നെഗറ്റീവ് വാല്യൂവും വരുന്നത് ഏതാണ്? ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഇതിൻ്റെ സൊല്യൂഷൻ. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് നമുക്ക് എന്ത് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും അത് വരുന്നത്. ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് 2-digit number is 10. If 18 is subtracted from it, the digits in the resulting number will be equal. So നമുക്കിത് നേരെ ചോയ്സ് മെത്തേഡിൽ ചെയ്യാം, വേറെ ഒരു മെത്തേഡിലും ചെയ്യാൻ നിൽക്കരുത്. ചോയ്സ് മെത്തേഡ്. സം ഓഫ് ഡിജിറ്റ്സ് 2-digit നമ്പറിൽ ഡിജിറ്റിൻ്റെ സമ്മ് 10 വരണം. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 + 7 10 ആണ്, 7 + 3 10 ആണ്, 6 + 4 10 ആണ്. അപ്പോൾ നമുക്ക് കളയാനായിട്ടൊന്നുമില്ല. നൺ ഓഫ് ദീസ് മാത്രമാണ് നമുക്ക് തൽക്കാലം ഒഴിവാക്കാൻ പറ്റുന്നത്. ദെൻ 37 നോക്കാം. 37 മൈനസ് 18 വരുന്നത് 19 ആണ് വരുന്നത്. ഡിജിറ്റ്സ് റിസൾട്ടിംഗ് നമ്പറിലെ ഡിജിറ്റ്സ് സബ്ട്രാക്ട് ഫ്രം ഡിജിറ്റ്സ് ഇൻ ദ റിസൾട്ടിംഗ് നമ്പർ വിൽ ബി ഈക്വൽ അല്ല, 1ഉം 9ഉം ആണ്. അടുത്ത 73 നോക്കാം. മൈനസ് 18 73 മൈനസ് 18 73 മൈനസ് 18 എത്ര വരും? 55. നോക്കിയേ, ഒരു 2-digit നമ്പർ കിട്ടി. ഇതിലെ ഡിജിറ്റ്സ് എന്താണ്? ഈക്വൽ ആണ്. ദെയർഫോർ നമ്മുടെ 2-digit നമ്പർ എത്രയാണ്? 73. വേറെ ഒരു മെത്തേഡും അപ്ലൈ ചെയ്യരുത്. ചോയ്സ് മെത്തേഡ് 2-digit 3-digit പ്രോബ്ലം എക്സാമിന് വന്നാൽ ചെയ്യാവൂ. ദെൻ സോൾവ്. 4 raised to x minus 3 into 2 raised to x plus 2 plus 2 raised to 5 equal to 0. ഇത് നോർമൽ മെത്തേഡിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതാ മെത്തേഡ് അപ്ലൈ ചെയ്യാം? ചോയ്സ് മെത്തേഡാണ് നിങ്ങളെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്നത്. ചോയ്സ് മെത്തേഡിൽ തന്നെ ചെയ്യാം. സോ ഇവിടെ 4 8 -2 3 2 6 2 3 നമുക്ക് ഏറ്റവും സിമ്പിൾ കുറവുള്ളത് നോക്കാം. ഇവിടെ 2 6 ഉണ്ട്, 2 3 ഉണ്ട്. നമുക്ക് അതിന് 2 3 ഒന്ന് എടുത്ത് നോക്കാം. ഏറ്റവും കുറവായിട്ടുള്ള എടുക്കുകയാണ്. എക്സിന് 2 കൊടുത്ത് നോക്കാം. സോ 4 raised to 2 minus
x equal to 2 കൊടുത്താൽ 4 raised to 2 minus 3 into 2 raised to 2 plus 2 plus 2 raised to 5 എത്രയാണ് 32 ആണ് ഈക്വൽ ടു 4 സ്ക്വയർ എത്രയാണ് 16 ആണ് മൈനസ് 3 into 2 raised to 4 means 16 ആണ് പ്ലസ് 32 that implies 16 minus 48 plus 32 ഈക്വൽ ടു എത്ര വരുന്നുണ്ട് 0 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് ഒരെണ്ണം 2 ആണ് 2ഉം 6 ഉണ്ട് 2ഉം 3 ഉണ്ട്. നമുക്ക് 3 ഒന്ന് കൊടുത്ത് നോക്കാം. എക്സിന് 3 ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിന് 3 കൊടുത്താൽ എന്ത് വരണം 4 raised to 3 minus 3 into 2 raised to 3 plus 2 plus 2 raised to 5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 raised to 3 64 minus 3 into 2 raised to 5 plus 32 64 minus 2 raised to 32 into 3 96 plus 32 64 plus 32 എത്ര വരും 96 കിട്ടും. 96 minus 96 0 വരുന്നുണ്ട്. therefore നമുക്ക് ഏതൊക്കെ വാല്യൂ കിട്ടി 2 and 3 സ്യൂട്ട് ആകുന്നുണ്ട്. therefore ആൻസർ ചോയ്സ് ഡി 2 3 2 3. then next question. so നമുക്ക് √2 plus ഇതിനകത്ത് മൊത്തത്തിലാണ് അങ്ങനെ ശരിക്കും ആക്ച്വലി ഇത് വരേണ്ടത് ടൈപ്പിങ്ങിൽ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. √2 plus എക്സെട്രാ ടു ഇൻഫിനിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഓരോന്നിനും √2 കഴിഞ്ഞിട്ട് നിന്ന് പോകുന്നില്ല. √2-നകത്ത് √2 എന്ന് പറഞ്ഞാണ് വരുന്നത്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് 4 into 2 plus 1 divided by 2 plus 1 then റൂട്ടിന് പുറത്ത് plus 1 divided by 2. that means 4 into 8 plus 1 9 into root plus 1 divided by 2. so 3 plus 1 divided by 2 4 by 2 equal to 2. so ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഷോർട്ട് കട്ട് ഫോമുല y equal to √x plus എക്സെട്രാ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം y equal to root of 4x plus 1 റൂട്ടിന് പുറത്ത് plus 1 divided by 2 ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. then next one, values of x for the equation. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. x സ്ക്വയർ പ്ലസ് 9x പ്ലസ് 18 ഈക്വൽ ടു 6 മൈനസ് 4x. നമുക്ക് നോർമൽ ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് ഇത് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ ഈ മൈനസ് 4x എൽ എച്ച് എസിലേക്ക് വരുമ്പോൾ പ്ലസ് 4x ആകും. 9xും 4xും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 13x പ്ലസ് ഈ പ്ലസ് 8 ഇപ്പറേക്ക് വരുമ്പോൾ മൈനസ് ആണ്. 18 മൈനസ് 6 എത്ര കിട്ടും പ്ലസ് 12 ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സം വെച്ചിട്ട് ചോയ്സിൽ റൂട്ട്സ് ആസ് ഇറ്റ് ഈസ് തന്നാൽ നമുക്ക് സമ്മും പ്രോഡക്റ്റും വെച്ചിട്ട്, അതായത് നമുക്ക് രണ്ട് വാല്യൂസാണ് വേണ്ടത്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് ടേമും. സോ നമുക്ക് ആൽഫയും ബീറ്റ ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. ഇവിടെ മൈനസ് ബി എത്രയാണ് ബി 13 ആണ്. മൈനസ് 13 ഡിവൈഡ് ബൈ 1 ദാറ്റ് മീൻസ് മൈനസ് 13. അതായത് രണ്ട് റൂട്ട്സ് തമ്മിൽ ആഡ് ചെയ്താൽ മൈനസ് 13 കിട്ടണം. അപ്പോൾ തന്നെ നമുക്ക് ചോയ്സ് ആയി കഴിഞ്ഞു. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മൈനസ് 13 കിട്ടുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ, ചോയ്സ് ബി. ഉണ്ടോ? വേറെ ഒരു മെത്തേഡിലേക്കും പോകരുത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനോ ക്യൂബിക് ഇക്വേഷനോ റൂട്ട്സ് ചോദിച്ചാൽ ഇത്തവണ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനോ ക്യൂബിക് ഇക്വേഷനോ റൂട്ട്സ് ചോദിക്കും, ചോയ്സിലെ റൂട്ട്സ് ആസ് ഇറ്റ് ഈസ് തന്നാൽ. ദെൻ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ബീറ്റ സി ബൈ എ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് വരും 12 by 1 ദാറ്റ് മീൻസ് 12. നോക്കിയേ മൈനസ് 1ഉം മൈനസ് 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് എക്സാക്ട്ലി എന്ത് കിട്ടും പ്ലസ് 12 കിട്ടും. ദെയർഫോർ നമുക്ക് സമ്മിൽ വെച്ച് തന്നെ നമുക്ക് ആൻസർ വരും. ഈ മൈനസ് 13 വരുന്ന വേറെ ഒരു ചോയ്സും ഇല്ല. ദെയർഫോർ ഡയറക്ട്ലി നമുക്ക് ആൻസർ എന്ത് ചെയ്യാം ചോയ്സ് ബി -1 -12. ദെൻ നെക്സ്റ്റ് വൺ, എ ഡീലർ ഹാസ് ഓൺലി ₹5,760 to invest in fans X and sewing machine Y. The cost per unit of a fan and sewing machine is 360 and 420 respectively. Then നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഫാൻസും വൈ മെഷീൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം 360x പ്ലസ് 360x പ്ലസ് 240y. ദെൻ ടോട്ടൽ ഉള്ളത് 5,760. മാക്സിമം എനിക്ക് എത്ര വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാക്സിമം അറ്റ് മോസ്റ്റ് ദാറ്റ് മീൻസ്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 സോ ഇതാണ് നമുക്ക് ചോയ്സ് വരേണ്ടത് 360 പ്ലസ്. സോ ഇവിടെ നമുക്ക് ചോയ്സ് ബി കൺസിഡർ ചെയ്യാമെങ്കിലും മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ വരുന്നത് 360x പ്ലസ് 240y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5760 ആണ്. നമ്മുടെ ചോയ്സിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു ചോയ്സ് ബി ആണ്. നൺ ഓഫ് ദീസും ഉള്ളതുകൊണ്ട് ആക്ച്വലി നമുക്ക് ലെസ് ദാൻ കൊണ്ട് തീരില്ല. നമുക്ക് എന്താണ് 576 വരെ മൊത്തം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത്. സോ ഇതിൽ നമുക്ക് നൺ ഓഫ് ദീസ് കൺസിഡർ ചെയ്യാതിരുന്നാൽ നമുക്ക് എന്ത് പറയാം, ചോയ്സ് ബി പറയാം. ചോയ്സ് ബി ആൻസർ ആയിട്ട് പറയാം. ബട്ട് നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് എക്സാക്ട്ലി നമുക്ക് ഇക്വേഷൻ വരണമെങ്കിൽ നോർമലി ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്യുന്നത് നൺ ഓഫ് ദീസ് ആയിരിക്കില്ല, ചോയ്സ് ബി ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, നേരെ നമ്മൾ 4th ചാപ്റ്ററിലേക്ക്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഫോർ 2 years at 6% ഈസ് 13.5. 2 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് 6%. സോ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years, CI മൈനസ് SI ഫോർ 2 years. ഫോർമുല എന്താണ്? PI സ്ക്വയർ. PI സ്ക്വയർ എത്രയും തന്നിട്ടുണ്ട്? 13.50. സോ ഇതിനായിട്ട് P കണ്ടുപിടിക്കണം. I എത്രയാണ്? 0.06 സ്ക്വയർ ഈക്വൽ ടു 13.50. ദാറ്റ് ഇംപ്ലൈസ് P ഈക്വൽ ടു കാൽക്കുലേറ്ററിൽ ചെയ്യുക 0.06 ഇൻറ്റു ഈക്വൽ ടു M പ്ലസ് അടിക്കുക 13.5 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ റെഡ് ആൻസർ 3750. 3750. Then next one, sequence of periodic payments or receipts regularly over a period of time is called annuity. So നമ്മൾ പഠിച്ചാണ് series of payments, sequence of periodic payments, receipt regularly over a period of time is called, നമുക്ക് എന്ത് പറയാം, over a period of time. ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്നു എന്ന് പറയുന്നില്ല. over a period of time, that means അതെന്താണ്, annuity. Then a machine for which useful life is estimated to be 5 years, cost 5,000 and rate of interest 10% scrap value. So scrap value കണ്ടുപിടിക്കുന്ന ഫോർമുല C into 1 minus I the whole raised to n. C എത്രയാണ്? കോസ്റ്റ് ആണ് 5,000 into 1 minus rate of depreciation 0.10 the whole raised to 5. That means 5,000 into 0.90 the whole raised to 5. 5,000 into 0.90 the whole raised to 5. 0.9 into equal to 2 times 345 into 5,000. Right to 2,952.45. 2,952.45. Then next one, 17th question. A equal to 1,000, N equal to are 6% compound interest payable half yearly, then principal. So compound interest payable half yearly, നമുക്ക് ഡിസ്ക്രിപ്ഷൻ കിട്ടി. ഹാഫ് ഇയർലി ആണെങ്കിൽ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? A is equal to P into 1 plus half yearly and I by 2 the whole raised to 2t. So എത്രയാണ്? 1,000 equal to P into 1 plus 0.06 divided by 2 the whole raised to compounded interest payable half yearly. N 2 years and therefore 2 into 2. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1,000 equal to P into 1.03 the whole raised to 4. 1.03 the whole raised to 4. That implies P equal to 1.03 into equal to times 3 4 M plus അടിക്കുക 1,000 divided by MRC equal right 8,808.48 എന്ന് കിട്ടി. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 888.8. ചോയ്സ് എ. Then next question. The difference between compound interest and simple interest at 5% per annum for 4 years. For 4 years. നമുക്ക് പ്രത്യേകിച്ച്
2 ഇയേഴ്സും 3 ഇയേഴ്സും നമുക്ക് ഷോർട്ട് കട്ട് ഫോമുലയുണ്ട്. 4 ഇയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഫോമുല ഒന്നുമില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 4 ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആനുവലി എന്ന രീതിയിൽ 1 rupees 20,000. സോ 20,000 ഇൻറ്റു 1.1 plus I, that means 0.05 the whole raised to 4 minus 1. So that means 20,000 into 1.05 raised to 4 minus 1. Here calculate ചെയ്യാം. 1.05 into equal 2 times equal ഒന്നുകൂടെ 3, 4 minus 1 into 20,000. റൈറ്റ് നോക്കാം. 1.05 into equal to 2 times 3, 4 minus 1 into 20,000. 2,000 അല്ല 20,000. 20,000 is equal to എത്ര വരും? 20,000. 4,310.125. then 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് PIT അല്ലേ. 20,000 into 0.05 into 4. 20,000 into 0.05 into 4 റേറ്റ് നമുക്ക് 4,000. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് ചെയ്താൽ എത്ര കിട്ടും? 310.125. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ ഏതാണ്? 310. ചോയ്സ് ഡി. Next one, 19th question. Find the value of an annuity of rupees 500 is made annually for 7 years at interest rate of 14% compounded annually. So future value of annuity, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ future value of annuity regular. So formula എന്തെടുക്കാം? A into 1 plus I the whole raised to n minus 1 divided by I. 500 into 1.14 raised to 7 minus 1 divided by 0.14. The question given ആയിട്ട് തന്നിരിക്കുകയാണ് 1.14 raised to 7. അതുകൊണ്ട് നേരെ അതെടുക്കുക. നമ്മൾ ചെയ്ത് സമയം കളയരുത്. 1.14 raised to 7 എത്ര തന്നിരിക്കുന്നത്? 2.5023 minus 1 divided by 0.14 into 500. So 5,365.35. 357 ആണ്, 36 വരും. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്ന ഏതാണ്? 5,365.25. ചോയ്സ് ബി എടുക്കാം. ചോയ്സ് ബി. Then next question. The effective rate of interest ഉണ്ടോ? നമുക്ക് എല്ലാ വർഷവും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തവണയും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറസ്പോണ്ടിങ് ടു എ നോമിനൽ റേറ്റ് ഓഫ് 3% പേയബിൾ ഹാഫ് ഇയർലി. നമുക്ക് വേണ്ട എന്താണ്? ഈ ഡിസ്ക്രിപ്ഷനാണ്. സോ പേയബിൾ ഹാഫ് ഇയർലി ആണെങ്കിൽ ഇ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 plus I/2 the whole square minus 1 into 100. So that implies 1 plus 0.03 divided by 2 the whole square minus 1 into 100. So that means ഇതെങ്ങനെ എഴുതാം? 0.03 divided by 2. So 1.015 square minus 1 into 100. 1.015 into equal to minus 1 into 100. Ready? 3.0225 അത്രയും percentage. Exactly same answer ഉണ്ട്. ചോയ്സ് സി. 3.225%. Then next one. What will be the final value of investment for the principal of rupees 80,000 for 4 years at 10% rate of interest? Final value, that means accumulated amount. A is equal to P into നമുക്കിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ്നോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്നോ പറഞ്ഞിട്ടില്ല. ബൈ അസംഷൻ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യുമുലേറ്റഡ് എമൗണ്ട് ഫോമുല എന്താണ്? A is equal to P into 1 plus IT. സോ ഇതാണ് P. 80,000 into
1 plus 0.10 into 4. So that means 80,000 into 1.40. 80,000 into 1.43 കിട്ടുന്നുണ്ട്. 1,12,000. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടല്ലോ, ചോയ്സ് ബി. therefore ഇതെന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയും പറഞ്ഞിട്ടില്ല സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന്. ബട്ട് നമ്മൾ എന്തെടുത്തു, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുള്ള അസംഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ആദ്യം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ട്രൈ ചെയ്തു. സിമ്പിൾ ഇൻട്രസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അക്യൂമുലേറ്റഡ് എമൗണ്ട് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ അക്യൂമുലേറ്റഡ് എമൗണ്ട് എത്ര കിട്ടി, 1,12,000. 1,12,000. Then next one, find the present value of rupees 500 due in 10 years. Hence, when interest rate is 10% compounded half yearly. So rupees 500 due in 10 years. And ഒറ്റ തവണയെ പറഞ്ഞിട്ടുള്ളൂ. That means present value of single cash flow ആയിട്ട് എടുക്കാം. Single cash flow. ഇതാണ് സ്റ്റുഡൻസ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് റിപ്പീറ്റഡ് പേയ്മെൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, സീരീസ് ഓഫ് പേയ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. സോ ഇതെന്താണ്, ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. പ്രസൻറ്റ് വാല്യൂ എന്ത് വരും, എഫ് ഡിവൈഡഡ് ബൈ 1 plus I the whole raised to n. That implies ഇപ്പോൾ എത്രയാണ്, 500 ഡിവൈഡഡ് ബൈ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. ദാറ്റ് മീൻസ് എത്ര വരും, 1 plus 0.10 ഡിവൈഡഡ് ബൈ 2 the whole raised to 2t. That means 2 into 10. 500 divided by 1.05 raised to 20. So calculator 1.05 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. M plus അടിക്കുക. 500 divided by MRC equal. Ready? 188.44. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 188.4. Then next one, if the value of a car gets depreciated at 20% per year, estimated value at the end of 5 year is dash if the present value is to 24,000. സോ ഇപ്പോഴത്തെ വാല്യൂ 24,000 ആണ്. 20% ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോഴുള്ള വാല്യൂ, ദാറ്റ് മീൻസ് എന്താണ്, സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ആണ്. സോ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ നമുക്ക് ഏത് ഫോമിൽ എടുക്കാം, ഇപ്പോഴത്തെ വാല്യൂ 24,000 ഇൻറ്റു 1 മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 0.20 the whole raised to 5. ദാറ്റ് മീൻസ് 24,000 ഇൻറ്റു 0.80 the whole raised to 5. നേരെ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക. 0.8 ഇൻറ്റു ഈക്വൽ ടു 2 times 345 ഇൻറ്റു 24,000. റെഡി, 7,864.32. 7,864.32. The next one, a person opened a savings bank account. SB account ആണ്, savings bank account 4 months ago, which has now a balance of rupees 21,350. If the bank pays 4.5 simple interest, how much money was deposited by him initially? So 4 മാസം മുമ്പ് ഒരു ഫണ്ട് ഇട്ടു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, സോ 4 മാസം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പുറത്ത് 4 മാസം കഴിയുമ്പോൾ തിരിച്ച് കിട്ടുന്നത് എത്രയാണ്, 21,315. ദെർഫോർ നമുക്ക് എങ്ങനെ എടുക്കാം, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ തിരിച്ച് കിട്ടുന്നത് 4 മാസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തിരിച്ച് കിട്ടുന്നത് എന്താണ്, അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 plus IT. So 21,315 is equal to P into 1 plus 0.045 into T എത്രയാണ്, 4/12. That means 1/3 വരും. 21,315 is equal to P into 1 plus 0.045 into 1/3. നേരെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുക. P is equal to കാൽക്കുലേറ്റർ എടുക്കുക. എന്താണ്, 0.045 ഡിവൈഡഡ് ബൈ 3 plus 1 ഈക്വൽ അടിക്കുക M പ്ലസ് 21,315 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ 21,000.
21,000. ഇന്ന് 21,000 ഇൻവെസ്റ്റ് ചെയ്തതാണ് ഈ 4% ഇൻട്രസ്റ്റ് റേറ്റിൽ SBI അക്കൗണ്ടിൽ 4 മാസം കഴിയുമ്പോൾ എത്ര ഉണ്ടാവും? 21,315 ഉണ്ടാവും. 21,315. Then next question. Find the present value of an annuity of ₹1,000 payable at the end of each year for 10 years if the money is worth 5% effective. So present value of annuity regular. Present value because at the end of each year എന്ന് പറയുന്നത് present value of annuity regular. So ഏത് ഫോർമുല യൂസ് ചെയ്യാം? V is equal to A into PNI. എത്രയാണ്? 1000 അല്ലേ? 10,000 അല്ല, 1000. 1000 into PNI. P N 10 ആണ്, I 0.05. So that means 1000 into 1 divided by 1.05 equal to 10 times അടിക്കുക. Then GT. കാൽക്കുലേറ്റർ ചെയ്യുക. 1 divided by 1.05 10 വർഷത്തേക്കായതുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 times അടിച്ചു. Then GT into 1000. 37. $7,721.73. സോ നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്ന ചോയ്സ് ഏത് പിക്ക് ചെയ്യാം? 7724. 7,724. ദെൻ നെക്സ്റ്റ് വൺ. സോ നമ്മൾ ടൈം മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ permutations and combinations. 6 times the number of permutations of n things taken 3 at a time. 6 times means 6 into number of permutations of n things taken 3 at a time. എങ്ങനെ എഴുതാം? NP3 equal to 7 times number of permutations of n minus 1 things taken 3 at a time. That implies 6 into n factorial divided by n minus 3 factorial is equal to 7 into n minus 1 factorial divided by n minus 1 minus 3 എത്രവരും? n minus 4 factorial. n minus 4 factorial. So that implies 6 into n factorial divided by n minus 3 factorial can be written as so നോക്കാൻ RHSൽ n minus 1 factorial ഉണ്ട്, n minus 4 factorial ഉണ്ട്. So 6 into n into n minus 1 factorial divided by n minus 3 into n minus 4 factorial is equal to 7 into n minus 1 factorial divided by n minus 4 factorial. So in the cancel n minus 1 factorial get cancel, n minus 4 factorial get cancelled. So that means നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 6n divided by n minus 3 equal to 7. Cross multiplying 6n equal to 7n minus 21. So minus 21 equal to 21. 7n minus 6n equal to n. That implies n in the value of 21. n is equal to 21. n is equal to 21. The next one. In how many different ways 5 person can stand in a line for a photograph? 5 person 5 position എത്രയിൽ പറ്റും? 5p5 അല്ലെങ്കിൽ 5 factorial എന്ന് പറയുന്നത് എത്രയാണ്? 120. Then next one. There are 5 speakers A, B, C, D and E. Number of ways in which A will speak always before B. So B യുടെ തൊട്ട് മുമ്പ് ആരുടെ സ്പീച്ച് ആയിരിക്കും? എയുടെ സ്പീച്ച് ആയിരിക്കും. അത് B രണ്ടാമതാണെങ്കിൽ A ഒന്നാമത് വരും, B മൂന്നാമതാണെങ്കിൽ A രണ്ടാമത് വരും. ആ രീതിയിലാണ് വരുന്നത്. സോ therefore നമുക്ക് എന്തെടുക്കാം? ഔട്ട് ഓഫ് 5 2 are together in a specified order. സോ നമുക്ക് മൊത്തം 5 പേരുണ്ട്, അതിൽ 2 പേര് ടുഗദർ ആണ്, സ്പെസിഫൈഡ് ഓർഡർ ആണ്. therefore നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? n minus r plus 1 factorial. സോ ഇവിടെ
then എത്രയാണ് 5 minus 2 plus 1 factorial. സ്പെസിഫൈഡ് ഓർഡർ ഒരുമിച്ചാണെന്ന് മാത്രമാണെങ്കിൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ കൂടെ വന്നേനെ. സോ ഇവിടെ നമുക്ക് എന്ത് വരും? 5 minus 2 3 plus 1 4 factorial means 24. യൂസ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഫിഗർ വരയ്ക്കാതെ 5 പേരുണ്ട് ABCDE. അതിൽ 2 പേര് ഒരുമിച്ചേ വരത്തുള്ളൂ. സ്പെസിഫിക് ഓർഡറാണ്. ബിയുടെ തൊട്ട് മുമ്പേ എ വരത്തുള്ളൂ, എയുടെ സ്പീച്ച് വരത്തുള്ളൂ. സോ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് എത്രയിലെടുക്കാം? 4 factorial 24. Then in a dash ways, 4 Americans and 4 Englishmen can be seated at a round table. ഈ റെയിൽ നമുക്ക് മനസ്സിലായി സർക്കുലർ പെർമ്യൂട്ടേഷൻ. സോ ദാറ്റ് no 2 Americans may sit together. അമേരിക്കൻസ് ഒരുമിച്ചിരിക്കില്ല. സോ ഫസ്റ്റ് സർക്കുലർ ആയതുകൊണ്ട് ആദ്യം 4 ഇംഗ്ലീഷ്മെൻ 1 2 3 4. സോ സർക്കുലറിൽ 4 പേര് എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4 ആണെങ്കിൽ 4 minus 1 factorial. ദാറ്റ് മീൻസ് 3 factorial ഇൻറ്റു ദെൻ നോക്കുക ഇവിടെ ഇൻ ബിറ്റ്വീൻ പൊസിഷനിലേക്കല്ലേ ആര് വരേണ്ടത്? അമേരിക്കൻസ് ഒരുമിച്ചിരിക്കില്ല. ദാറ്റ് മീൻസ് ഇവിടെ 1 2 3 4 അമേരിക്കൻസ് ഉണ്ട്, 4 പൊസിഷൻ ഉണ്ട്. എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4 പൊസിഷൻ 4 അമേരിക്കൻസ് 4 factorial 6 ഇൻറ്റു ചോയ്സിൽ ഫാക്ടോറിയൽ നൊട്ടേഷനിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ സേഫാണ്. നേരെ ആൻസർ അത്രയും പോലും ടൈം കളയണ്ട. 4 factorial ഇൻറ്റു 3 factorial 4 factorial ഇൻറ്റു 3 factorial. ദെൻ നെക്സ്റ്റ് വൺ the ways of selecting 4 letters from a word examination. നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ റെഗുലർ ബാച്ചിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് എക്സാമിനേഷൻ. സോ എക്സാമിനേഷൻ ടോട്ടൽ എത്ര ലെറ്റേഴ്സ്? 1 2 3 4 5 6 7 8 9 10 11. ടോട്ടൽ 11 ലെറ്റേഴ്സ്. അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഇ ഉണ്ട്, ദെൻ എക്സ്, ദെൻ എ 2 തവണ ഉണ്ട്, ദെൻ എം, ഐ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ എൻ 2 തവണ ഉണ്ട്, ഒ ടി. സോ ദാറ്റ് മീൻസ് എത്ര ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്? 1 2 3 4 5 6 7 8 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്. സോ നമുക്ക് 4 ലെറ്റേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ടിങ് 4. സോ ഫസ്റ്റ് നമുക്ക് കേസ് 1 ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന 4 ലെറ്റേഴ്സും ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. ഓൾ ഫോർ ആർ ഡിഫറെൻറ്റ് എടുക്കുക. ദാറ്റ് മീൻസ് 8ൽ നിന്ന് 4 സെലക്ട് ചെയ്യണം. സെലക്ഷൻ മീൻസ് കോമ്പിനേഷൻ. 8C4. സോ എത്ര വരും? 8 factorial divided by 4 factorial into 4 factorial. So 8 into 7 into 6 into 5 divided by 24 കിട്ടുന്നുണ്ട് 70. Then case 2. ഇവിടെ നമുക്ക് 3 alike pairs ഉണ്ട്. 4 ലെറ്റേഴ്സിൽ 2 alike and 2 alike and 2 റിമൈനിങ് 2 ഡിഫറെൻറ്റ്. സോ നമുക്ക് 3 alike പെയർ ഉണ്ട്. അതിൽ നിന്ന് 1 പിക്ക് ചെയ്യുക. ഇങ്ങനെ എഴുതാം 3C1. അതായത് നോക്കുക AAIINN. ഇതിൽ നിന്ന് ഒരെണ്ണം 3 പെയർസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ മീൻസ് 3C1. ദെൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. റിമൈനിങ് ഉണ്ടോ? എ ആണ് എടുത്തതെങ്കിൽ ദെൻ 1 2 3 I എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് 4 5 6 7 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് 2 എണ്ണം 7C2 കിട്ടും. 3 ഇൻറ്റു 21 63. ദെൻ കേസ് 3 ആയിട്ട് വരുന്നത് കേസ് 3 2 alike and other 2 also alike. 2 എടുത്തതും എലൈക്കാണ്, ബാക്കി 2 എടുത്തതും എലൈക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? മൊത്തം 3 പെയർസ് ഉണ്ട്. അതിൽ നിന്ന് 2 പെയർ എടുക്കുക. 3C2 എന്ന് പറയുന്നത് എത്ര തന്നെ എന്താണ്? 3C1 തന്നെയാണ്. 3C1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ 70 + 63 + 3 ആയിട്ടും 136. ചോദിച്ചിട്ടുണ്ടോ? കുറേ നാളായിട്ട് എക്സാമിന് ടെസ്റ്റ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ളതാണ്. ബുക്കിൽ നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നിന്ന്. ദ നെക്സ്റ്റ് വൺ, ദ 7th ടേം ഓഫ് സീരീസ് 6 12 24. ഫസ്റ്റ് ഇത് AP ആണോ GP ആണോ എന്നറിയണം. സോ ഒബിയസ്ലി എന്താണ്? ഫസ്റ്റ് ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതൊരു GP ആണ്. ഫസ്റ്റ് ടേം 6ഉം കോമൺ റേഷ്യോ 2 ആയിട്ടുള്ള GP ആണ്. ദെൻ GPയുടെ 7th ടേം എന്തോരും ഫോർമുല?
T7 equal to A into R raised to 6. A 6 into 2 raised to 6. So 2 raised to 6. 384. 384. 384. 384. Okay. Then next one. The last term of the series. Okay. X square, x, etc. to 31 terms. That means നമുക്കൊരു sequence ഉണ്ട് x square, then x, then 1, etc. to 31. That means T31 കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് ടേമിനെ എക്സ് സ്ക്വയറിനെ ഇൻറ്റു 1/x എടുക്കുമ്പോഴാണ് എക്സ് കിട്ടുന്നത്. ദെൻ എക്സിനെ ഇൻറ്റു 1/x എടുക്കുമ്പോഴാണ് 1 കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു ജി പി ആണ്. ഫസ്റ്റ് ടേം എക്സ് സ്ക്വയറും കോമൺ റേഷ്യോ 1/x ആയിട്ടുള്ള ജി പി ആണ്. ദെർഫോർ ജി പിയുടെ 31st ടേം എങ്ങനെ കണ്ടുപിടിക്കാം? T31 ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു 30. എത്രയാണ്? എക്സ് സ്ക്വയർ ഇൻറ്റു 1/x റേസ്ഡ് ടു 30. So that implies x square divided by x raised to 30. 1 divided by x raised to 28. 1 divided by x raised to 28. 1 divided by x raised to 28. Then okay, the am and gm of two numbers. Am means എന്താണ്? Arithmetic means രണ്ട് numbers നമുക്ക് a യും b എടുത്താൽ a plus b divided by 2 6.5 ആണ്. So that implies a plus b equal to 13 വരണം. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി ആണ്. രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ജോമെട്രിക് മീൻ എത്രയാണ്? 6 ആണ്. ദാറ്റ് ഇംപ്ലൈസ് റൂട്ട് സ്ക്വയർ എടുക്കുമ്പം എ ബി ഈക്വൽ ടു എത്ര കിട്ടും? 36. അതായത് നമുക്ക് നേരെ ചോയ്സിലേക്ക് വരുന്നു. രണ്ട് നമ്പേഴ്സ് വേണം, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 വരണം. സോ ഇതാണ് 9ഉം 4ഉം 6ഉം 7ഉം 13 ആണ്. 10ഉം 3ഉം 13 ആണ്. 8ഉം 5ഉം ഒക്കെ 13 ആണ്. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 36 കിട്ടണം. ഏതൊക്കെയാണ് ആ രണ്ട് നമ്പേഴ്സ്? 9 and 4. 9 and 4. Then let f of x f of x equal to x square minus 6x plus 9 divided by x minus 3. എപ്പോഴാണ് x not equal to 3 and f of 3, അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0 കിട്ടും അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കണ്ടിന്യൂസ് ആകുന്ന എപ്പോഴാണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റ് എന്താണ്? അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് എക്സ് ഈക്വൽ ടു 3ൽ ഫംഗ്ഷൻ്റെ വാല്യൂനോട് ഈക്വൽ ആകണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് എഫ് ഓഫ് ആൻഡ് ഈക്വൽ ടു അറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് 3 ആൻഡ് എഫ് ഓഫ് 3യോട് ഈക്വൽ ആകുകയും വേണം. സോ ഫസ്റ്റ് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഉല്ലാസം എന്തോ ഒരു എറർ കാണിക്കുന്നു ഓൺലൈൻ പോകുന്നില്ല.
percentage. So again, net issue on noka limit x tends to 3 x square minus 6x plus 9 divided by x minus 3. So x in 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 0/0 കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. എക്സ് മൈനസ് 6x പ്ലസ് 3 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x minus 3 the whole square divided by x minus 3. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്ററിലെ ഒരു എക്സ് മൈനസ് 3 ക്യാൻസൽ ആകും, ന്യൂമറേറ്ററിലെ ഒരു എക്സ് മൈനസ് 3 ക്യാൻസൽ. ദാറ്റ് മീൻസ് മിച്ചം എന്ത് വരും, എക്സ് മൈനസ് 3. സോ എക്സിന് 3 കൊടുത്താൽ എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 0 കിട്ടും. അതായത് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എത്രയാണ്, 0 ആണ്. ദെൻ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 3 എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എഫ് ഓഫ് 3 ഈക്വൽ ടു 0 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തിനോട് ഈക്വൽ ആയിട്ടുണ്ട്, ഫംഗ്ഷനോട് ഈക്വൽ ആയിട്ടുണ്ട്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എഫ് കോമ്പോസിറ്റ് ജി of x. f composite g of x കണ്ടുപിടിക്കണം. f composite g of x means f of g of x. f of x-ൽ എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ g of x-ൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ f of x x⁻⁸ ആണ്. therefore നമുക്ക് എന്ത് ചെയ്യാം, 2x² + 1 ഇട്ട് കൊടുത്തു, the whole raised to 8. ചോയ്സ് എന്താണ്, 8. എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, നേരെ 2x² + 1 the whole raised to 8. then next one, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് 1/2 കണ്ടുപിടിക്കാൻ. എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1/x മൈനസ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 1/2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 1/2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ 1/2 മൈനസ് 1/2. ദാറ്റ് മീൻസ് 1 ഡിവൈഡ് ബൈ 1/2 എന്താണ്, 2 മൈനസ് 1/2. എൽ സി എം എടുക്കുമ്പോൾ 4 മൈനസ് 1 3/2. ചോയ്സ് എ. Then next one, f of x equal to x² + 2. then the function is odd function, even function, neither odd nor even function, none of this. നമുക്ക് odd function ആണോ even function ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി, f of -x ഇട്ട് കൊടുക്കാം. സോ -x² + 2 എന്ത് തന്നെ കിട്ടി, x² + 2 എന്ത് തന്നെ വന്നു, f of x തന്നെ വന്നു. സോ എഫ് ഓഫ് -x ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഒരു
even function. Even function. F of x is an even function. F of x is an even function. Then next one, differentiation and integration questions. 3 questions ആണ് ചോദിച്ചിരിക്കുന്നത്. Integral, definite integral ആണ് 0 to 1 2x square minus x cube dx. So that means first 2x square integral എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 2 into x cube by 3 minus x raised to 4 divided by 4. So അതിലേക്ക് upper limit lower limit substitute ചെയ്യാം. So that means നമുക്ക് x-ന് 1 കൊടുക്കുമ്പോൾ 2 by 3 minus 1 by 4. Then minus of x-ന് 0 കൊടുക്കുമ്പോൾ 2 ടൈം എന്താവും? 0 minus 0 ആകും. Therefore answer എത്രയാണ്? 2 by 3 minus 1 by 4. LCM 12 എടുക്കുമ്പോൾ 8 minus 3 divided by 12. That means 5 divided by 12. 5 divided by 12. 5 divided by 12. Then next one, another question ആണ് y equal to e raised to root of 2x dx. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? dy by dx. So e raised to something എന്ന രീതിയിലാണ്. e raised to somethingന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to something into derivative of something. So എങ്ങനെ എഴുതാം നമുക്ക്? e raised to something 2x into root 2 constant മാറ്റി. That means d by dx of x raised to 1 by 2. Root x means x raised to 1 by 2 അല്ലേ? സോ ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു സ്റ്റെപ്പിലൂടെ റൂട്ട് ഓഫ് 2x-നെ നമുക്കിവിടെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് എക്സ് എന്ന രീതിയിൽ. ദാറ്റ് ഇംപ്ലൈസ് e raised to root of 2x ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു d by dx of x raised to 1 by 2. So that means നമുക്ക് എങ്ങനെ എഴുതാം? e raised to into root 2 into x raised to 1 by 2 ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 by 2 into x raised to 1 by 2 minus 1. So that means e raised to root of 2x into root 2 into 1 by 2 x raised to minus 1 by 2. So that means നമുക്ക് എങ്ങനെ എഴുതാം? e raised to root of 2x into root 2 into 1 divided by 2 into x raised to 1 by 2. So that means e raised to root of 2x into root 2 into 1 divided by 2 into root x. സോ നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരു ചോയ്സ് ഇല്ല. എന്നാൽ ചാടിക്കറി നൺ ഓഫ് ദീസ് എഴുതരുത്. 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 സ്ക്വയർ അല്ലേ? സോ ദാറ്റ് മീൻസ് നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മുകളിലത്തെ ഒരു റൂട്ട് 2 ക്യാൻസൽ ആവും. ഇത് വെട്ടിയിട്ട് മിച്ചം എത്ര വരും? റൂട്ട് 2. സോ ദാറ്റ് മീൻസ് നമുക്കിത് ഒരു മിച്ചം റൂട്ട് ഓഫ് e raised to root of 2x. e raised to root of 2x divided by denominator root 2 into root x. നമുക്ക് എഴുതാം root of 2x. ചോയ്സ് ഏത് വരും? ചോയ്സ് എ. ചോയ്സ് എ. ഇവിടെ ശ്രദ്ധിക്കണം, ചോയ്സ് ഡി ഇവിടെ ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്. എക്സാമിന് എന്നിട്ട് നമ്മുടെ MTPയിലെ ക്വസ്റ്റൻ അനുസരിച്ച് e raised to root 2x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2x ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് എന്തിന് മാത്രമേ ഉള്ളൂ? 2-ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ പ്രകാരം റൂട്ട് മൊത്തത്തിലുണ്ട്. e raised to root of 2x ആണ്. e raised to root of 2x. So that means answer choice A. Then 40th question, y തന്നിരിക്കുന്നു. നമുക്ക് dy by dx at x square equal to 2 കണ്ടുപിടിക്കാം. dy by, so y തന്നാൽ 4x cube plus 8x raised to 7. So first dy by dx equal to എത്രയാണ്? 4 into 3x square plus 8 into 7x raised to 4. That means 12x square plus 56x raised to 4. എങ്ങനെ എഴുതാം? 12x square plus നമുക്ക് dy by dx at x square equal to 2. x square x raised to 4 എങ്ങനെ എഴുതാം? x square the whole square. That means 12 into 2 plus എന്തുകൂടെ വരുന്നുണ്ട്? 56x raised to 4 ആണ്. That means 12x square plus 56x square the whole square. That means 12 into 2 plus 56 into 2 square.
So calculator 12 into 2 equal addiക്കുക m plus then 56 into 4 equal addiക്കുക m plus then MRC. Try to answer. into 4. So ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 7x raised to 6 അല്ലേ, 7x raised to 6, that means 2 cube the whole raised to 6, that means 2 cube the whole raised to 3 വരും. ഇത്രയാണ് 2 cube വരും. Okay, so 12 into 2 equal m plus, then 56 into 8 equal m plus. Try to answer 472. 472. സോ ഇത്രയാണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ലോജിക്കൽ റീസണിങ് ഓൾറെഡി വിഷ്ണു സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോർമലി വരുന്ന പോലെ ഫസ്റ്റ് കുറച്ച് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് വൺ, വെൻ ഡേറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് സക്സസീവ് ടൈം പോയിൻറ്റ്സ്. ടൈമിൻ്റെ ബേസിസിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോണോളജിക്കൽ ഡേറ്റ. ചോയ്സ് എ. ദെൻ സെക്കൻഡ് വൺ, the following data relates to income of 86%. What is the percentage of persons earning more than 1500? So ഇവിടെ ആക്ച്വലി മോർ ദാൻ 1500 എടുക്കുന്ന എത്ര ആൾക്കാരാണ്? ഇവിടെ 36 + 7, ദാറ്റ് മീൻസ് മോർ ദാൻ 1500 എടുക്കുന്ന ആൾക്കാർ 36 + 7 = 43 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ 86% എന്നാണ് തന്നിരിക്കുന്നത്. ബട്ട് ആക്ച്വലി നോക്കുകയാണെങ്കിൽ 5 + 28 + 36 + 7 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആയിരിക്കാനാണ് ചാൻസ്. ഇത് സമ്മ് 76 വരുന്നുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ 86 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? പെർസെൻറ്റേജ് ആൻഡ് നമുക്ക് 43 ഡിവൈഡഡ് ബൈ ടോട്ടൽ 86 × 100, 1/2 × 100, ദാറ്റ് മീൻസ് 50% ആണ് വരുന്നത്. ബിക്കോസ് നമുക്ക് ആക്ച്വലി നമുക്ക് പറയുന്ന പോലെ 43 ഡിവൈഡ് ബൈ 76 × 100 എടുക്കുകയാണെങ്കിൽ 56.5 ആണ്. അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അവർക്ക് എടുത്തതിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. 76 വന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യനിലെ ടൈപ്പിംഗ് എററാണ്. 76 വന്നിട്ടുള്ളൂ. 86 ആക്ച്വലി വരേണ്ടതായിരുന്നു. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് 76 വന്നിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ബൈവേരിയറ്റ് ഡേറ്റ ആർ ദ ഡേറ്റ കളക്റ്റഡ് ഫോർ 2 വേരിയബിൾസ്, more than 2 variables, 2 variables at the same point of time, 2 variables at different point of time. So എന്താണ്? 2 variables at the same point of time. Dash is the upper part of the table describing the column and subcolumn. എന്തൊരും caption. Then next one, if from a population of 25 members a random sample without replacement of 2 members is taken, then number of all. So random samples without replacement എന്ന് വരും capital N C small n. ഇവിടെ capital N 25 ആണ്, small n 2 ആണ്. 25 C 2 equal to 25 factorial divided by 23 factorial into 2 factorial. That means 25 into 24 divided by 2. So നമുക്ക് 300. That 66. Standard error can be described as. So നമുക്ക് എന്താണ്?
സ്റ്റാറ്റിസ്റ്റിക്കിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ ജനറലി എന്ത് വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് എറർ. ദ എറർ കമ്മിറ്റഡ് ഇൻ സാമ്പിളിംഗ്, ദ എറർ കമ്മിറ്റഡ് ഇൻ സാമ്പിളിംഗ് സർവേ, ദ എറർ കമ്മിറ്റഡ് ഇൻ എസ്റ്റിമേറ്റിംഗ് പാരാമീറ്റർ. സോ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. സോ ചോയ്സ് ഡി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്. Then which one of the following measures of central tendency is based on only 50% of central values? So central values എന്താ വരുന്നത്? Median. Then next one, the median of the following items. Median of the following items. So median കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 6, 10, 4, 3, 9, 11, 22, 18 ആദ്യം ഇതെന്താണ്? അസെൻഡിങ് ഓർഡറിൽ നമുക്ക് എഴുതാം. 3, 4, 6, 9, 10, 11, 12. സോ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ഏറ്റവും മിഡിൽ മോസ്റ്റ് വരുന്നതാണ് എന്ത്? മീഡിയൻ. സോ നോക്കുക 1, 2, 3, 4, 5, 6, 7, 11, 12, 11, 12, 22, 18 ആണുള്ളത്. സോ 3, 4, 6, 9, 10, 11, then 18, 22. 18, 22. So 1, 2, 3, 4, 5, 6, 7, 8. 8 വരുന്നതുകൊണ്ട് നമുക്ക് എന്താണ് എക്സാക്ട്ലി മിഡിൽ ടേം കിട്ടത്തില്ല. നമുക്ക് ഇത് വരും 4th ടേമും 5th ടേമും തമ്മിലുള്ളതിൻ്റെ ആവറേജ്. സോ 4th ടേം എത്രയാണ്? 9, 10. ഇതിൻ്റെ ആവറേജ് എത്ര വരും? 9 plus 10 divided by 2, 19 by 2, that means 9.5. സോ ഇവിടെ നമുക്ക് 2 9 തന്നിരിക്കുന്നു, ഏതെങ്കിലും ഒന്ന് 9.5 ആക്കാം. സോ ഇതാണ് ആൻസർ. ടൈപ്പിങ്ങിൽ വന്ന എറർ ആയിരിക്കും. 9.5 ആണ്, 2 9 വരില്ല നോർമലി. ഒന്ന് 9.5 ബിയോ സിയോ ഏതോ ആയിക്കോട്ടെ. ഞാനിവിടെ സി ഇട്ടു. ദെൻ ആൻസർ 9.5. ദെൻ ഫോർ എ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, സോ നമ്മുടെ ഫോർമുല എന്താണ്? mean minus mod equal to 3 into mean minus median. So choice A. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് എന്തായാലും ഈ ഒന്നുകിൽ ഇക്വേഷൻ ഇതേപോലെ ലാസിറ്റീസ് അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, the mean salary for a group of 40 females works to 5,200 per month. That for a group of 60 males works out to 6,800 per month. What is the combined mean? So നമുക്ക് ഇവിടെ എന്തെടുക്കാം? x bar combined meaning എടുക്കാം. n1 x1 bar plus n2 x2 bar plus divided by n1 by n1 plus n2. So that means നമുക്ക് ഇത് വരും 40 into 5,200 plus 60 into 8,600 divided by 40 plus 60. 40 into 5,200, 60 into 6,800. Right answer 6,160. 6,160. 6,160. Then next one, the quartile deviation of a normal distribution with mean 10 and standard deviation 4 is. സോ നോക്കണ്ടോ, സ്ഥിരമായിട്ട് നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അത് നമ്മുടെ യൂസ് ചെയ്യാവുന്ന ഫോർമുല 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 5 മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 6 ക്വാർട്ടൈൽ ഡീവിയേഷൻ. നോക്കുക, ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കണം വിത്ത് മീൻ 10 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4. സോ നമുക്ക് എന്തെടുക്കാം? 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 6 quartile deviation. So that implies quartile deviation equal to 4 standard deviation divided by 6. That means 4 into 4 divided by 6. 16 divided by 6. 2.666. So നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 2.7. എക്സാമിന് സ്ഥിരമായിട്ട് ഇതിനെ ബേസ് ചെയ്ത ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ക്വാർട്ടൈൽ ഡീവിയേഷനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ ഡീവിയേഷനും അല്ലെങ്കിൽ മീൻ ഡീവിയേഷനും ക്വാർട്ടൈൽ ഡീവിയേഷനും ഏതെങ്കിലും റിലേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. Then what is the coefficient of range for the following pages of 8 workers?
coefficient of range. So coefficient of range so ഇതിൽ നമുക്ക് ഏറ്റവും largest minus smallest divided by largest plus smallest into 100. So ഇതിൽ നോക്കുകയാണെങ്കിൽ 80, 65, 90, 60, 75, 70, 72. ഏറ്റവും ചെറുത് ഏതാണ്? 60 ആണ്. ഏറ്റവും വലുത് ലാർജസ്റ്റ് 90 ആണ്. സോ 90 മൈനസ് 60 ഡിവൈഡഡ് ബൈ 90 പ്ലസ് 60 ഇൻറ്റു 100. സോ 30 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. എത്ര കിട്ടും? 20. ആൻസർ 20. ദ നെക്സ്റ്റ് വൺ, ദ തേർഡ് ഡീസൈൽ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 3. സോ ഇതിനകത്ത് 15, 10, 20. സോ അത് ഇതെന്ത് ചെയ്യുക? ഡീസൈൽ കണ്ടുപിടിക്കേണ്ട ആദ്യം ഒന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 9, then 10, 11, 12, 15, 18, 20, 25. സോ ഇതിന് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8. n is equal to 8. n is equal to 8. then D3 കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? 3 into n plus 1. n plus 1 divided by D and 10th term. 3 into n plus 1 divided by 10th term. So 3 into n എത്രയാണ്? 8 ആണ്. 8 plus 1 divided by 10. That means 3 into 9 divided by 10. 2.7th term. 2.7th term. So നമുക്ക് സെക്കൻഡ് ടൈം എത്രയാണ്? 10 ആണ്. then 2.7th term എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മളെ ഡിഫറൻസിൻ്റെ ഇൻറ്റു 0.7 പ്ലസ് 11 മൈനസ് 10 ഇൻറ്റു 0.70. സോ എത്ര കിട്ടും? 10 പ്ലസ് 1 ഇൻറ്റു 0.70. ദാറ്റ് മീൻസ് 10.70. 10.7. 10.7. The coefficient of mean deviation about mean. The coefficient of mean deviation about mean for the first 9 natural numbers. So ഇവിടെ നമുക്ക് x 1, 2, 3, 4, 5, 6, 7, 8, 9. നമുക്ക് coefficient mean deviation, the coefficient of mean deviation about mean കണ്ടുപിടിക്കാനായിട്ട് modulus of x minus x bar വേണം. സോ x bar എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് അല്ലെങ്കിൽ മീൻ അല്ലേ? സോ ഇവിടെ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? സോ എന്ത് പറയാം? നമുക്ക് n ഇൻറ്റു അല്ലെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 9. സോ ഇവിടെ n എത്രയാണ്? 9 ആണ്. 9 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 9. 9 ഇൻറ്റു 10. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. 9 ഇൻറ്റു 10 അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 9. സോ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. സോ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ 9 ഗെറ്റ് ക്യാൻസൽ. 10 by 2 എത്ര കിട്ടി? 5. ദെൻ ഓരോന്നും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്? അബ്സല്യൂട്ട് 5 1 മൈനസ് 5 മൈനസ് 4 ആണ്. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 4. ദെൻ 3 2 1 0 അഗെയിൻ 1 2 3 4. സോ ദാറ്റ് മീൻസ് 1 plus 2 plus 3 plus 4 വരുന്നുണ്ട് 20. then okay, mean deviation about mean divided by mean into 100 വേണം. So that means നമുക്ക് ഇത് എന്ത് ചെയ്യാം? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. സോ എത്രയായിട്ട് നമുക്ക് 20 കിട്ടി. ഡിവൈഡഡ് ബൈ 9 ദെൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ എത്രയാണ്? 5 ഇൻറ്റു 100. സോ ദാറ്റ് മീൻസ് എത്രയായിട്ടും 5 വരുമ്പോഴത്തേക്കും അതായത് 20 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 5 ഇൻറ്റു 100 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 ആണ്. സോ എത്രയായിട്ടും 400 ഡിവൈഡഡ് ബൈ 9. ചോയ്സിൽ ഇത് 4/9 എന്ന് കൊടുത്തിരിക്കുന്നു. നൺ ഓഫ് ദീസ് ഇല്ല. സോ ഒബ്വിയസ്ലി
ആ ഒരു ഇൻറ്റു 100 വിട്ടുപോയതായിരിക്കും. 400 ഡിവൈഡഡ് ബൈ 9. നമുക്ക് ചോയ്സ് സി എടുക്കാം. 400 ഡിവൈഡഡ് ബൈ 9. ദെൻ മീഡിയൻ. രണ്ട് ക്വസ്റ്റ്യനൊന്നും ഇതേപോലെ സിമ്പിളായിട്ട് മീഡിയൻ ചോദിക്കുന്നത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഒരു ക്വസ്റ്റ്യനൊക്കെ വരാവുന്നതാണ്. സോ മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. എന്നിട്ട് മിഡിൽ ടേം കിട്ടുവാണെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമ്മൾ സേഫ് ആണ്. മിഡിൽ ടേം എടുത്താൽ മതി. സോ ഏറ്റവും ചെറുത് 26, ദെൻ 27, ദെൻ 30, ദെൻ 37, 42, 44, 51 അല്ലേ? ഓക്കെ. 1, 2, 3, 4, 5, 6, 7. 7 ആണെങ്കിൽ ഇതുവരും എക്സാക്ട്ലി 4th ടേം ആണ് മിഡിൽ ടേം വരുന്നത്, മീൻ. സോ എത്ര കിട്ടും? മീഡിയൻ ഈക്വൽ ടു 37. Median is equal to 37. Again, mean weight of a group of 40 female, 42, and that of group of 60 male, 52. What is the combined mean? Again, നമുക്ക് same to x bar equal to n1 x1 bar formula എഴുതുന്നില്ല. 40 into 42 plus 60 into 52 divided by 40 plus 60. 40 into 42, 60 into 52 divided by 100. Ready? 48. Choice C. Then next one. The relationship between x and y given. 4x minus 6y equal to 13, and if median is 16, then find y. So change of measures of central tendency change affected due to change of origin and scale. So നമുക്ക് എങ്ങനെ എഴുതാം? 4x minus 13 equal to 6y. That means 6y equal to 4x minus 13, y equal to 4 by 6. എന്ത് ചെയ്താൽ മതി? 1 by 6 into 4x minus 13. സോ നമുക്ക് മീഡിയൻ ആയതുകൊണ്ട് y മീഡിയൻ നമുക്ക് എന്ത് അഫക്ട് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? 1 by 6 into 4 into എത്ര വന്നിരിക്കുന്നത്? 16 minus 13. 4 into 16 minus 13 divided by 6. 30. 8.5. 8.5. Next one. The quartile deviation, so measures of central dispersion, change of affect due to change of scale മാത്രമേ വരത്തുള്ളൂ. Then അതിൻ്റെ absolute value കൂടാണ് വരുന്നത്. 3x plus 6y equal to 20. That means 6y equal to minus 3x plus 20. Therefore y equal to minus 3x divided by 6 into x. That means minus 1 by 2x. Minus 1 by 2x. Plus 20 divided by 6. നമുക്ക് എന്താണ് വേണ്ടത്? Quartile deviation of y equal to എന്ത് വരും? Modulus of minus 1 by 2 into quartile deviation of x. So that means 1 by 2 into quartile deviation of x എത്രയാണ്? 8 ആണ്. 1 by 2 into 8 എത്ര കിട്ടും? 4. So answer 4. Then next one, D6. So D6 ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓർഡറിൽ എഴുതാം. 7, 9, 5, 4 ആണ്. 4, 5, 7, 9, 10, then 4, 5, 6 ഉണ്ടല്ലേ? 4, 5, 6, 7, 9, 4, 5, 6, 7, 9, then 10, 14,
then 15, 18, then 20. എന്ന് നോക്കാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. n is equal to 10. Then D6 കണ്ടുപിടിക്കാനായിട്ട് 6 into n plus 1 term divided by 10 in the term. So 6 into 11 divided by 10. So that's 6.6th term. നമുക്ക് നോക്കാം 6th term 1, 2, 3, 4, 5, 6th term 10 ആണ്. 10 plus ഒരു 14 minus 10 into 0.6. So 4 into 0.6, that means 10 plus 2.4, that means 12.4. 12.4. 12.4. Then next one, the theory of compound probability. Compound probability. Okay, ഇത് പറയാം P of A intersection B equal to P of A into P of B given A. P of A into P of B given A. Then next one, the odds are 9:5 against a person who is 50 years living till he is 70 and 8.6 against person who living till he is 80. Find the probability that at least one of them will be alive after 20 years. So at least one. So ഇവിടെ നമുക്ക് odds against ആണ് തന്നിരിക്കുന്നത്. Therefore നമുക്ക് അതായത് ആദ്യം againstഉം then പിന്നെ വരുന്നത് odds against 9/5. P of A. നമുക്ക് ഫസ്റ്റ് കേസ് P of A എന്നെടുക്കാം. നമുക്ക് odds against ആയതുകൊണ്ട് നമുക്ക് 5 divided by 4. സോ ഇത് എഗെയിൻസ്റ്റും ഇത് ഫേവറും ആണ് തരുന്നത്. odds against ആയതുകൊണ്ട് നമുക്കറിയാവുന്നതാണ്. ദെൻ അതേപോലെ P of B ഇതും എഗെയിൻസ്റ്റിനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എടുക്കാം 6 divided by 14. 6 divided by 14. ദെൻ നമുക്ക് എന്താണ് വേണ്ടത്? P of at least 1. That means 1 minus P of none. That means 1 minus P of A complement intersection B complement. So രണ്ടും നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? ഇൻ്റർസെക്ഷൻ P of A complement into P of B complement. So P of A 5/14 ആണെങ്കിൽ P of B complement എന്നൊരു 1 minus 5/40. That means 1 minus ആണ് odds against എന്നുള്ള രീതിയിൽ വരും. P of വരും 9/14 into അത് എത്ര വരും? 8/14. So 1 minus 72 divided by 196. LCM എടുക്കുമ്പോഴത്തേക്കും 196 minus 72 divided by 196. 196 minus 72. 124. 124 divided by 196. Okay, 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. 124 divided by 4. 31 വരും. 196 divided by 4. 49 വരും. So 31 divided by 49 is the right answer. 31 divided by 49 is the right answer. 31 divided by 49 is the right answer. Then next one. Probability that a trainee will remain with the company is 0.48. The probability that employee earns more than 20,000 per month is 0.4. So കമ്പനിയിൽ P of A എന്നെടുക്കാം. 0.8 ആണ്. രണ്ടാമത്തെ 20,000 മേളിൽ വരുന്ന P of B 0.4 ആണ്. The probability that an employee who was a trainee and remained the company or who earns more than 20,000 per month is 90. The probability that
a person P of ഒന്നുകിൽ trainee probability that a trainee will remain in the company. So probability that an employee who has a trainee and remain with the company, or means union. That means P of A union B equal to 0.9. What is the probability that an employee earns more than 20,000 per month gives that he is a trainee who stayed with the company? So probability that employee more than 20,000, that means P of A given A, P of B given A, then P of A intersection B divided by P of A. P of A നമുക്കറിയാം 0.8 ആണ്. P of A intersection B കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? P of A union B equal to P of A plus P of B minus P of A intersection B. So that implies നമുക്ക് P of A intersection B LHSലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. P of A plus P of B minus P of A union B. നേരെ ഇട്ട് കൊടുക്കുക. 0.8 plus 0.4 minus 0.9. 0.12 minus 0.9. 0.12 1.2 sorry 1.2 minus 0.9 കിട്ടും 0.3. നേരെ ഇട്ട് കൊടുക്കുക. 0.3 divided by 0.8, that means 3/8 is the right answer. Or means union. അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറക്റ്റ് നമ്മൾ പിക്ക് ചെയ്യേണ്ട പോയിന്റ്. If x the sum of numbers obtained when two dice are thrown simultaneously. So P of x greater than or equal to 7 ആണ്. P of x greater than or equal to 7. That means നമുക്ക് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ ഫേവറബിൾ ഔട്ട്കം കണ്ടുപിടിക്കാൻ ടോട്ടൽ ഔട്ട്കം 2 ഡൈ അല്ലേ ത്രോ. സോ 6 സ്ക്വയർ, ദാറ്റ് മീൻസ് 36. നമുക്ക് ഫേവറബിൾ ഔട്ട്കം അത് സമ്മ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് 2 3 സം. 1 വീണാൽ 2, 1 2 വീണാൽ 3, then 4 5 6 7 8 9 10 11 12. സോ ഇതിനുള്ള ചാൻസ് വരുന്നത് സം വരെ ഇത് 1 2 3 4 5 6 ഓക്കെ 7 6 ദെൻ ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത് 5 4 3 2 1. സോ നമുക്ക് എവിടെ നിന്ന് എവിടെ മുതലാണ് വേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. P of x സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. ദാറ്റ് മീൻസ് എവിടെ നിന്ന് വേണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് എത്ര വരും? 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. അതായത് നമുക്ക് ഷോർട്ട് കട്ട് ട്രിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സമ്മിന് ഓരോന്നും നമ്മൾ എഴുതി നോക്കി എങ്ങനെ വരും എന്ന് എഴുതി സമയം കളയരുത്. സമ്മ് വരാൻ ചാൻസ് ഉള്ള ചാൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 6 ചാൻസ് ആണുള്ളത് സമ്മ് 7 വരാനായിട്ട്. പല രീതിയിൽ അതിനകത്ത് 1 5 ആകാം, 2 4 ആകാം, 2 5 ആകാം, 3 4 ആകാം. അങ്ങനെ നമുക്ക് എത്രയാണ് 6 ചാൻസ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 6 പ്ലസ് 5 11 പ്ലസ് 4 15 പ്ലസ് 3 18 20 21. സോ 21 ഡിവൈഡഡ് ബൈ 36. 21 ഡിവൈഡഡ് ബൈ 36. 3 വെച്ചാണെങ്കിൽ 7 ഡിവൈഡഡ് ബൈ 12. ഇങ്ങനൊരു ചോയ്സ് ഉണ്ടോ? 7 ഡിവൈഡഡ് ബൈ 12. 7 ഡിവൈഡഡ് ബൈ 12. Then again AM between two numbers is 34, GM 16. Then numbers AM and B എടുത്ത് കഴിഞ്ഞാൽ A plus B divided by 2 34. That implies A plus B 68. Then GM root of AB 16 ആണ്. That implies AB എത്ര കിട്ടും? 16 square. That means 256. 16 square 256. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 68 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 256 വരണം. നേരെ ചോയ്സിലേക്ക് വന്നേ. ഫസ്റ്റ് 4 പ്ലസ് 64 68 ആണ്. 4 ഇൻറ്റു 64 എത്ര? എക്സാക്ട്ലി 256 കിട്ടുന്നുണ്ട്. ദെയർഫോർ നമ്മുടെ ആൻസർ എത്രയാണ്? 4 and 64. രണ്ട് ക്വസ്റ്റ്യനാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. AM GM വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. The next one, probability that a card drawn at a random from a pack of playing cards may either a queen or an ace. So queen എത്രയാണ്?
നമുക്ക് 4 വരും, ഏസ് 4 വരും, ഫേവറബിൾ ഔട്ട്കം 8 ആണ്. ടോട്ടൽ പാക്ക് എത്രയാണ്? 52. സോ 8 ഡിവൈഡഡ് ബൈ 52, 4 വെച്ചിട്ട് 2 ഡിവൈഡഡ് ബൈ 13. ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. സോ ഫോർ എയ്തർ ക്യൂൺ ഓർ ഏസ്. സോ ഫോർ ഓർ മീൻസ് അഡീഷൻ, ആഡ്, ഡിവൈഡഡ് ബൈ 52 ഒരെണ്ണം 52 C1 ആണ്. സോ C1 നമ്മൾ നോർമലി ഓരോന്നാണെങ്കിൽ കോമ്പിനേഷൻ നൊട്ടേഷൻ എഴുതേണ്ട കാര്യമില്ല, ആ നമ്പർ തന്നെ കിട്ടും. ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്, അതിൽ നിന്ന് ഫേവറബിൾ ഔട്ട്കം 8 ആണ്, ടോട്ടൽ ഔട്ട്കം 52. The probability that a horse winning the race is 1/6 and the probability that of horse winning the same race is 1/4. What is the probability that one of the horse will win? At least one alla, one of the horse will win. At least one ആയിരുന്നെങ്കിൽ A win or B win or both എന്നുള്ള രീതിയിൽ വന്നേനെ. ഇവിടെ എന്താണ്? One of the horse will win. So that means നമുക്ക് probability of എ ജയിക്കുക, ബി ജയിക്കാതിരിക്കുക ഉണ്ടോ, ഏതെങ്കിലും മാത്രമേ ജയിക്കാവുള്ളൂ. എ വിൻ, ബി ലോസ്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി വിന്നിങ് ആണെങ്കിൽ എ ലോസ്. ഇങ്ങനെ എഴുതാം, പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. സോ ഇത് നമുക്ക് രണ്ടും എന്താണ്, ഹോഴ്സ് റേസ് എ വിൻ ചെയ്യുന്നതും ബി വിൻ ചെയ്യുന്ന തമ്മിൽ പ്രത്യേകിച്ച് എന്താ ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി. നമുക്കിവിടെ നോക്കാം, പി ഓഫ് എ 1/6 ആണ്, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് നമുക്ക് എന്ത് വരും? 5/6. പി ഓഫ് ബി 1/4 ആണ്, ദെയർഫോർ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ത് കിട്ടും? 3/4, അതായത് 1 - 1/4. ഓക്കെ, പി ഓഫ് എ എത്രയാണ്? 1/6 ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് വരും 3/4 അല്ലേ, 3/4 പ്ലസ് എ കോംപ്ലിമെൻറ്റ് എത്രയാണ്? 5/6 ഇൻറ്റു പി ഓഫ് ബി 1/4. സോ 3/24 പ്ലസ് 5/24, ദാറ്റ് മീൻസ് 8/24. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 3. അല്ല, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 1 എന്നായിരുന്നു പറഞ്ഞെങ്കിൽ പി ഓഫ് എ ഓർ പി ഓഫ് ബി ഓർ പി ഓഫ് എ ഓർ അല്ലേ, രണ്ടും ജയിക്കുന്നതാകാമായിരുന്നു, എ അല്ലെങ്കിൽ ബി. ഇവിടെ എന്താണ് പ്രോബബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദ ഹോഴ്സ് വിൽ വിൻ, ഒന്നേ ജയിക്കൂ, അറ്റ്ലീസ്റ്റ് 1 അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യൂണിയൻ പോലെ വന്നതിനെ നമുക്ക് അതുകൊണ്ട് തന്നെ എ ജയിച്ചാൽ ബി ജയിക്കൂല, ഓർ ദാറ്റ് മീൻസ് പ്ലസ് ബി ജയിച്ചാൽ എ ജയിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്തു, ആൻസറിലേക്ക് വന്നു. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് പിക്കിംഗ് എ ഹെർട്ട് ഓർ എ ക്യൂൺ നോട്ട് ഓഫ് ഹെർട്ട് ഫ്രം എ 52 cards? സോ പ്രോബിലിറ്റി, സോ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 52, ഫേവറബിൾ ഔട്ട്കം ഹെർട്ട് 3 ആണ്, ഹെർട്ട് അല്ലാത്ത ക്യൂൺ പിന്നെ 3 കൂടെ 4 വരേണ്ടതാണ്, 1 ക്യൂണിൽ ഹെർട്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് 16 ഡിവൈഡഡ് ബൈ 52. സിംപ്ലിഫൈ ചെയ്താൽ 4 വെച്ചിട്ട് 4 13. ചോയ്സിലുണ്ടല്ലോ 4 ഡിവൈഡഡ് ബൈ 13. Then a class consists of 10 boys and 20 girls, of which half boys, so 10 boys 20 girls, of which half, that means 5 boys and half girls are blue eyes. 5 boys എന്താണ്? blue eye, EYE eyes. 10 പകുതി, 10 girls blue eyes. Find the probability that a student is chosen randomly. No, ഈ ടോട്ടലിൽ നിന്ന് a student is chosen randomly is a boy and has a blue eye. So probability എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. സോ ഫേവറബിൾ ഔട്ട്കം എന്താണ്? ബോയ് ആയിരിക്കണം ബ്ലൂ ഐ. സോ ബോയ് 10 പേരുണ്ട്, അതിൽ ബ്ലൂ ഐ ഉള്ള എത്രയാണ്? 5 പേരാണ്. സോ ദെൻ ടോട്ടൽ ഔട്ട്കം എന്താണ്? ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണ്, എത്രയുണ്ട്? ടോട്ടൽ 10 + 20 30 ഉണ്ട്, അതിൽ നിന്ന് ഒരാളെ എടുക്കുക മീൻസ് എത്രയാണ്? 37. ദാറ്റ് മീൻസ് 30. 30 ഫേവർ ടോട്ടൽ ഔട്ട്കം. അതിൽ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? ബോയ് ആയിരിക്കും വേണം, ബ്ലൂ ഐ ആയിരിക്കും വേണം. ദാറ്റ് മീൻസ് എത്ര ചാൻസസ് ഉണ്ട്? 5. 5 ഡിവൈഡഡ് ബൈ 30 എന്തെടുക്കാം? 1 ഡിവൈഡഡ് ബൈ 6. 1 ഡിവൈഡഡ് ബൈ 6.
1 divided by 6. Variance of a binomial distribution is always dash its mean. Variance of a binomial distribution always dash its mean. എന്തായിരിക്കും less than. Then mu minus 3 sigma comma mu plus 3 sigma. So മൊത്തം ഏരിയ വരും, അതിൽ നിന്ന് എത്രയാണ് 0.27 കുറവ് വരും. ദാറ്റ് മീൻസ് all but 0.27 area of the normal distribution. Direct theory ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. Then next one, a manufacturer who produces medicine bottle comma find that 0.1% of bottle are defective. So the bottle are packed in a box of containing 500 bottles. A drug manufacturer buys 100 boxes. Find the from the producer of bottles using Poisson distribution. Poisson distribution, find out how many boxes will be contained. At least 2 defective. At least 2 defective. So നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയാണ് ബോക്സസ് കണ്ടെയ്നിങ് 500 ബോട്ടിൽസ് ആണ്. പി എത്രയാണ് ഫൈൻഡ് ദാറ്റ് 0.1% ആണ് ഡിഫക്റ്റീവ് 500 ബോട്ടിൽസിൽ. സോ ദെയർഫോർ നമുക്ക് മ്യൂ എടുക്കാം 500 ഇൻറ്റു 0.1%. 500 ഇൻറ്റു 0.1% എത്രയായിട്ടും 0.5. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Boxes contain at least 2 defective. That means at least 2 means 2 or more defective. P of x greater than or equal to, that means 1 minus P of x equal to 0 plus P of x equal to 1. P of x equal to 0 plus P of x equal to 1. So നമുക്ക് Poisson distribution ആണ്. 1 minus x equal to 0 നമുക്ക് എങ്ങനെ എഴുതാം? e raised to m, e raised to minus m, that means e raised to 0.5 into m raised to x 1 ആണ്, x 0 ആണ്, divided by 0 factorial plus e raised to minus 0.5 into 0.5 raised to 1 divided by 1 factorial. That means നമുക്ക് എന്താ 1 minus എന്തൊരു e raised to minus 0.5 plus e raised to minus 0.5 into 0.5. So that means 1 minus e raised to minus 0.5 common എടുത്തു കഴിഞ്ഞാൽ 1 plus 0.5 ഇങ്ങനെ എഴുതാം. 1 minus e raised to minus 0.5 into 1.5. So ഈയുടെ വാല്യൂ 2.71828. So calculator നമുക്ക് 1 minus, so raised to 0.5 minus 0.5 means എന്താണ് 1/2 സ്ക്വയർ റൂട്ട് ആണ് താഴെ വരുമ്പോൾ. that means നമുക്ക് ഇതെങ്ങനെ എഴുതാം? 1.5 divided by e raised to 0.5. that means 1 minus 1.5 ഡിനോമിനേറ്ററിൽ e raised to 1/2. ഈ എത്രയാണ്? root. that means 1/2, that means root 2.71828 raised to 1/2. so calculator നമുക്ക് 2.71828 അതിൻ്റെ റൂട്ട് നേരെ എം പ്ലസ് അടിക്കുക. 1.5 divided by MRC equal. then അതിൽ നിന്ന് 1ൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.09020. ഓക്കെ, സോ ഇത് നമുക്ക് പ്രോബിലിറ്റി കിട്ടി. നമുക്ക് എത്ര എണ്ണമാണ്, എത്ര ബോട്ടിലാണ്? 100 ബോക്സസ്. സോ ഒരു ബോക്സിൽ ഇതാണ്. therefore നമ്പറല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ബോക്സസ് വിൽ കണ്ടെയ്ൻ അറ്റ് ലീസ്റ്റ് 2. സോ 100ൽ 0.090 ഇൻറ്റു 100 എന്ന് എടുക്കാം. ദാറ്റ് മീൻസ് എത്ര കിട്ടും? 9 എന്നുള്ള ആൻസർ ഉണ്ടല്ലോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
ഈയുടെ വാല്യൂ ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനിൽ ഗീവൺ ആയിട്ട് തന്നിട്ടില്ല, നോർമലി പറയുന്നതാണ്. Then next one, binomial distribution E of x. Binomial distribution E of x, that means np equal to 2 p of x, npq equal to 4/3. Then n കണ്ടുപിടിക്കണം. സോ നമുക്ക് npയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ 2 into q is equal to 4/3. Therefore q is equal to 4 into 3 into 2. That means 2/3. q 2/3 വന്നു കഴിഞ്ഞാൽ p എന്ത് വരും? p is equal to 1 minus q ആണ്. 1 minus 2/3, that means 1/3. Then np 2 ആണ്. n into p 1/3 2 ആണെങ്കിൽ that implies n cross multiply എത്ര വരും? 6. Okay, then next one, standard deviation of, if standard deviation of a Poisson distribution is 2, then it's, so standard deviation sigma 2 ആണ്. variance equal to 2 square, that means 4. so that means നമുക്ക് എന്ത് പറയും? എന്ന് പറയുന്നത് 4 ആണ്. സോ ഇത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ബൈ മോഡലായിരിക്കും. സോ മീൻ 4 വന്നു കഴിഞ്ഞാൽ ബൈ മോഡലായിരിക്കും. സോ എന്തൊക്കെയാണ് മോഡ്സ് വരുന്നത്? ഒന്ന് അത് തന്നെ 4 വരും. ദെൻ ഒന്ന് അതിനേക്കാട്ടിൽ ഒന്ന് കുറവ്. രണ്ടാമത്തെ മോഡ്സ് വരുന്നത് 4 and 4 minus 1. സോ ദാറ്റ് മീൻസ് 4 and 3 ആയിരിക്കും മോഡ്സ്. ദെർഫോർ ആൻസർ എത്രയാണ്? മോഡ്സ് ആർ 3 and 4. മോഡ്സ് ആർ 3 and 4. ദെൻ normal distribution, quartile deviation is 6, then standard deviation, quartile deviation. So വീണ്ടും again 4 SD equal to 5 MD is equal to 6 quartile deviation. So in a normal distribution, quartile deviation 6 ആണെങ്കിൽ standard deviation. So standard deviation equal to 6 into quartile deviation divided by 4. 6 into quartile deviation എത്രയാണ്? 6 divided by 4. 36 divided by 4, 9. സ്ഥിരമായിട്ട് നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എൻ്റെ ഈ മോക്ക് ടെസ്റ്റിലും 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, സപ്പോസ് എ ബിസിനസ് എക്സിക്യൂട്ടീവ് വാസ് ഏൺ ₹2,050 in the base period. What would be his salary in the current period if his standard of living is remain the same? സിഗ്മ ഡബ്ല്യൂയും സിഗ്മ ഐ ഡബ്ല്യൂയും തന്നിട്ടുണ്ട്. Therefore cost of living index കണ്ടുപിടിക്കാം. സിഗ്മ ഐ ഡബ്ല്യു ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു. 3544 divided by 25. 141.76. 141.76. 141.76. സോ നമുക്ക് നോക്കാം. സപ്പോസ് ബേസ് ഇയറിൽ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ 100 പോലത്തെ 2050 ആണ്. ഇനി അത് എത്രയാവും? 141.76 ആകുമ്പോൾ എത്രയാണ്? സോ നേരെ എന്ത് ചെയ്താൽ മതി? ക്രോസ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 2050 ഇൻറ്റു 141.76 ഡിവൈഡഡ് ബൈ 100. നേരെ കാൽക്കുലേറ്ററിൽ ചെയ്യാം. 2050 ഇൻറ്റു 141.76 ഡിവൈഡഡ് ബൈ 100 റൈറ്റും 2906.08. നമ്മുടെ ചോദിച്ചായിട്ട് കൊടുത്തു വരുന്നത് 2906. 2906. Then next one, Polish index is the expressed as a term of, so എന്താണ്? arithmetic mean of Laplace and Parsees ആണ്. therefore നമുക്ക് എന്ത് വരും? Polish എന്ന് പറയുന്നത് Laplace plus Parsees divided by 2. therefore answer A. Then next one, in the data Polish and Laplace index is as follows. Polish എത്രയാണ്? 150 ആണ്. സോ Polish നമുക്ക് ഏതാണ്? ഇപ്പോൾ പറഞ്ഞ അതേ ഫോമുല L plus P divided by 2. Polish 150 ആണെങ്കിൽ Laplace ഉണ്ട് 180 plus Parsees ആണ് കണ്ടുപിടിക്കുന്നത് divided by 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 into 2 300 is equal to 180 plus P.
That implies P equal to 300 minus 180, 120, 120, 120, 120. The next one, consumer price index is commonly known as cost of living index. Consumer price index is commonly known as cost of living index. Cost of living index. Then next one, what is the formula for calculating detailed value എന്നായിരിക്കില്ല, deflated value എന്നായിരിക്കും. Deflated value. So നമുക്ക് കൂടുതൽ current year value divided by price index of the current year into 100 എന്ന് വരുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് ചൂസ് ചെയ്യാവുന്ന ആൻസർ. ചോയ്സ് ബി ആണ്. പിന്നെ ഞാൻ ചോയ്സ് എ എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് കൂടുതലും എടുക്കാവുന്ന ആൻസർ ഇൻറ്റു 100 കൂടെ നോർമലി അതിനകത്ത് വരുന്നതാണ്. Then last question. The simple index number for the current year using simple aggregative method from the following data. So നമുക്ക് ഫസ്റ്റ് P0 ഇയർ പ്രൈസ് സിഗ്മ P0 കണ്ടുപിടിക്കാം. 80 പ്ലസ് 100 പ്ലസ് 120 പ്ലസ് 200 എത്രയാണ്? 500 വരും. ദെൻ സിഗ്മ P1 100 plus 150 plus 152 sorry 100 plus 150 plus 252 plus 300 ആണ് 802. then P01 എടുക്കാം സിഗ്മ P1 divided by സിഗ്മ P0 into 100 എന്തെടുക്കാം 802 divided by 500 into 100. 802 divided by 500 into 100 എത്രയാണ്? 160.40. 160.40. 160 ആണ് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന ചോയ്സ്. 160.40. സോ ഇത്രയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് 2 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏരിയ വരുന്നത്. സോ ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലെ കുറച്ച് ചില ക്വസ്റ്റ്യൻസ് ലെങ്തി ആയ എക്സ് ബാർ കണ്ടുപിടിച്ചിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്നുള്ള അങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു മോക്ക് ടെസ്റ്റ് 2 വന്നിട്ടുണ്ട്. സോ രണ്ടിൻ്റെയും എടുത്തിട്ട് നമുക്ക് അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇത്തവണത്തെ എക്സാമിന് പ്രതീക്ഷിക്കാം. സോ ആ രീതിയിൽ നാളെ കഴിഞ്ഞിട്ട് ഒന്ന് അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കിവിടുക. ഓക്കെ, സോ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.